നമസ്കാരം. 2026 ചോദ്യ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് 2026 കൂടുതലായും അനുഭവഭേദ്യമാവുക. അതിനാൽ മുടങ്ങാതെ വിഷ്ണു ഭജനം നിങ്ങൾ നടത്തണം. പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നെയ്വിളക്കും അതോടൊപ്പം നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും. കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം സംഭവിക്കാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും കഷ്ടതകൾ ഒഴിഞ്ഞു പോകുവാൻ സാധ്യത കൂടുതലുള്ള സമയം. കാലം മാറുന്നതായ ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. നഷ്ടങ്ങൾ പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ, തിരിച്ചടികൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വ്യത്യാസം അഥവാ മാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നവർ കൂടിയായിരിക്കാം നിങ്ങൾ. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയം. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ കൃത്യമായി വിലയിരുത്തി അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളിൽ നിന്ന് പോലും പല വിധത്തിലും സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധുമിത്രാദികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം. സഹായം മൂലം ലാഭം ലഭിക്കുന്നതായ സമയം. പല വ്യക്തികളുടെയും സഹായത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം പല കാര്യങ്ങളിലും കടന്നു വരാം. പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ പ്രത്യേകമായും ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു വർഷമായി തന്നെ 2026 മാറാം. കർമ്മരംഗത്ത് വിജയങ്ങൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്താനങ്ങളുടെ പല വിഷമതകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയായി മാറാം. വാക്ക് തർക്കങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ സംസാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വർഷമായി തന്നെ 2026 മാറാം. മധ്യസ്ഥത നിൽക്കുവാൻ പല കാര്യങ്ങളിലും ഇവർക്ക് തോന്നാവുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലരുടെ നിർബന്ധത്താലും മധ്യസ്ഥതയ്ക്കുള്ള സാധ്യതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മധ്യസ്ഥം നിൽക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടരുത് എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറാം, തിരിച്ചടികളായി മാറാം. ശ്രദ്ധ പുലർത്തണം. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ ഒരു വർഷമായി തന്നെ മാറാം. യാത്രകൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് 2026. തൊഴിൽ സംബന്ധമായോ അല്ലാതെയോ യാത്രകൾ വളരെയധികം അനിവാര്യമായി തീരുന്ന ഒരു വർഷമായി തന്നെ മാറാം. അലച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ദേഷ്യം ഈ സമയം അനിയന്ത്രിതമായി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നിയന്ത്രിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും. നിങ്ങൾക്ക് അനുകൂലമാകേണ്ട കാര്യങ്ങൾ പോലും പ്രതികൂലമായി തീരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടു എന്ന് വരാം. കലാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കലാപരമായി നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നല്ല സമയം തന്നെയാണ് വന്നു ചേരുക. കാരണം കൃത്യമായി തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
ഭയം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായി ഭയം നിങ്ങളെ അലട്ടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു വർഷം തന്നെയാണ് 2026. ചെറിയ അസുഖങ്ങളാണ് എങ്കിലും ശ്രദ്ധ പുലർത്തണം. അപകട സാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ബിസിനസ് പരമോ തൊഴിൽപരമോ അതല്ല വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സംഭവിക്കാം. മാനഹാനി അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും ചതി തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ ശ്രദ്ധ പുലർത്തണം. പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും, അഥവാ പുതിയ വീട് ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. കർമ്മരംഗത്തെ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലായ സമയമാണ്. അതായത് ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, എന്നിരുന്നാലും അല്പം ടെൻഷൻ, ചില വിഷമതകൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അനാവശ്യമായ അപവാദങ്ങൾ, പഴി കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ ചില കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ചതിയിലൂടെ പണം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാണ്. ബിസിനസ് പരമായും അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ട സമയമാണ്. മുൻപ് പരാമർശിച്ചതുപോലെ ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. റിയൽ എസ്റ്റേറ്റ് അഥവാ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ധാരാളം ലാഭം ലഭിക്കാവുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന സ്ഥലം വിറ്റു പോകുവാനുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അമ്മയ്ക്ക് അല്ലെങ്കിൽ മാതൃ തുല്യരായ വ്യക്തികൾക്ക് രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത, ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ തീർച്ചയായും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026. വിദേശത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുക. ജോലി മാറുകയോ ശമ്പള വർധനവ്, പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ്. പ്രശസ്തി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മനസമാധാനം അല്പം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസമാധാനം പോലും നഷ്ടപ്പെടുത്തി എന്ന് വരാം. പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാകാം, നിങ്ങളുടെ സഹപ്രവർത്തകരോ വേണ്ടപ്പെട്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും പല ആവർത്തി കലഹങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ അത് രൂക്ഷമാകാതിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അതായത് വർഷത്തിലെ ആദ്യ 4 മാസം കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഏപ്രിൽ മാസത്തിന് ശേഷം രാജതുല്യമായ ചില കാര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കേസ് പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ്. കേസിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും.
എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് 2026. ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയാലോ ചിന്തയിൽ സംഭവിക്കുന്ന പിശകിനാലോ നിങ്ങൾക്ക് എടുത്തുചാട്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഓഗസ്റ്റിന് ശേഷം സ്ത്രീകൾക്ക് വലിയ നേട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ശത്രുനാശം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതായത് ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. കൂടാതെ ഈ സമയം ആദ്യം, അതായത് 2026 ആദ്യം തന്നെ, തുടക്കം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. മഹാവിഷ്ണു ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ക്ഷേത്രങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. പ്രത്യേകിച്ചും വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും മഞ്ഞപ്പട്ടും തൃക്കൈവെണ്ണ വഴിപാടും നടത്തി പ്രാർത്ഥിക്കുന്നത് അത്രമേൽ വിശേഷമാണ്. സർവ ഐശ്വര്യങ്ങൾ തന്നെ, സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല ദുരിതപൂർണമായ അവസ്ഥകൾക്കും ഒരു മാറ്റം സംഭവിക്കാം. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കൂടി നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് നൽകുക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അവസരങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു.